ഇപ്പോൾ എല്ലാവരും ലിങ്ക്ഡിനൊക്കെ പ്രൊഫൈൽ റെഡിയാക്കി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു, നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഉപരി ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാ, എന്തിനാ? എൻഡ് ഓഫ് ദി ഡേ ചിലവർക്കത് മണിയായിരിക്കും. ഇറ്റ്സ് അബൌട്ട് മണി. ഇറ്റ് വിൽ ബി അബൌട്ട് ഫാമിലി. അവർക്ക് അവരെ റിട്ടയർ ചെയ്യണം, അവരെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു എയിമിലായിരിക്കും നമ്മളൊരു ജോലിയിൽ കയറുക, അല്ലെങ്കിൽ ഒരു യു ഗെറ്റ് ദ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന് സ്കില്ല് ബിൽഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്ത് കിട്ടില്ല? പൈസ കിട്ടില്ല, അല്ലെങ്കിൽ റിസൾട്ട് കണ്ടുകൊള്ളണം എന്നില്ല. പക്ഷെ ആ റിസൾട്ട് കാണുന്നവരെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ there should be something that is above money. That is called purpose. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പം നിനക്ക് സ്വന്തം കാലിൽ നിൽക്കണം, പൈസ നിനക്ക് നിൻ്റേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പൈസ ഒരു പർപ്പസ് ഫില്ല് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. എൻഡ് ഓഫ് ദി ഡേ എന്താണ് പർപ്പസ്? അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര പൈസ വേണ്ടി വരും? പൈസ നിങ്ങൾ അങ്ങനെ കാണാൻ പഠിക്കണം. യു ഷുഡ് റീഡ് ദ ബുക്ക് ദ സൈക്കോളജി ഓഫ് മണി. ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. പൈസ എന്നൊക്കെ പറഞ്ഞത് എനർജിയാണ്. നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡോട് നമ്മൾ റിച്ച് ആണ്. വാട്ട് ഈസ് റിച്ച് ഫോർ യു? വാട്ട് ഈസ് സക്സസ് മീൻസ് ഫോർ യു? നിങ്ങളുടെ ജീവിതത്തിൽ ജയിച്ചു എന്ന് നിങ്ങൾ പറയണമെങ്കിൽ എന്താണ് നിനക്കുണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ട ബേസിക്സ് ആയിട്ടുള്ളൊരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1 is purpose. Second one is clarity. നിങ്ങൾക്ക് ക്ലെവർ ആവാൻ പറ്റില്ല. നമുക്കൊരു ആൽബർട്ട് ഐൻസ്റ്റീനോ ഒരു ന്യൂട്ടനോ നമുക്ക് ആവണമെന്നില്ല നമുക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ. We just have to be clear